ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാൻഡ് ലോസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമെന്ന് നോക്കുക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീംഡ് ടെനൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. അതായത് കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 പ്രകാരം ഏതൊക്കെ പേഴ്സൺസിനെയാണ് നമ്മൾ ടെനൻസ് എന്ന് കരുതപ്പെടുന്നത്, ഡീംഡ് ടു ബി ടെനൻസ് ആരൊക്കെയാണെന്നാണ്, അല്ലെങ്കിൽ ഡീംഡ് ടെനൻസ് ആരൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം പറയാനുള്ളതാണ് ഓഡച്ചാർത്തുദാഴ്സ് ആൻഡ് പേഴ്സൺസ് ക്ലെയിമിംഗ് അണ്ടർ ഓഡച്ചാർത്തുദാഴ്സ്. ഇതാണ് സെക്ഷൻ 4 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 4ൻ്റെ അകത്ത് ഒടച്ചാർത്തുദാർ അല്ലെങ്കിൽ എ പേഴ്സൺ ക്ലെയിമിംഗ് അണ്ടർ ആൻ ഒടച്ചാർത്തുദാർ ഈസ് ഡീംഡ് ടു ബി എ ടെനൻറ്റ്. അപ്പോൾ സെക്ഷൻ 4 പ്രകാരം ഈ പറയുന്ന ഓടച്ചാർത്തുദാർ എന്ന് പറയുന്ന ആ ഒരാളെയോ അല്ലെങ്കിൽ ആ ഒരാളുടെ അണ്ടറിൽ ക്ലെയിം ചെയ്യുന്ന ഒരാളെയോ നമുക്ക് ടെനൻ്റ് എന്ന് കരുതപ്പെടാം. ഈ പറയുന്ന ഓടച്ചാർത്ത് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ആൻ എഗ്രിമെൻറ്റ് ഫോർ കട്ടിംഗ് ബാംബൂസ് ഇൻ മലബാർ. മലബാറിൽ ഈ ബാമ്പു ഉണ്ടല്ലോ, മുള കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നതിനാണ് നമ്മൾ ഈ ഓടച്ചാർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓടച്ചാർത്തുദാർ എന്ന് പറയുമ്പോൾ ആരാണ്? ഇസ് എ പേഴ്സൺ ഹു ഹാസ് റൈറ്റ് അണ്ടർ ദ എഗ്രിമെൻറ്റ് ഫോർ കട്ടിംഗ് ബാംബൂസ് ഇൻ മലബാർ. മലബാറിൽ ബാംബു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം റൈറ്റ് ഉള്ള ഒരാളെയാണ് നമ്മൾ ഓടച്ചാർത്തുദാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഓർഡർ ടു ട്രീറ്റ് ആൻ ഓടച്ചാർത്തുദാർ ആസ് എ ഡീംഡ് ടെനൻറ്റ്, ഹി ഓർ ഹിസ് പ്രെഡിസസർ in interest should be actually cultivating the land to which Odacharthu relates on 11th day of April 1957 and on 1st January 1970. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഓടച്ചാർത്തുദാരെ ഒരു ഡീംഡ് ടെനൻ്റ് എന്ന് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാളോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രെഡിസസറോ, ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള പ്രെഡിസസർ ഇൻ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു ലാൻഡിൽ ആക്ച്വലി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ആ ഒരു ലാൻഡ് എന്ന് പറയുന്നത് ഓടച്ചാർത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാൻഡ് ആയിരിക്കണം. ആൻഡ് അത് എപ്പോഴാണ്? ഓൺ 11th day of April 1957 അതുപോലെ തന്നെ 1st day January 1970 ആണ് ഡേറ്റ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാൻഡിലേക്ക് എന്ന് വെച്ചാൽ ആ ഒരു സമയത്തായിരിക്കണം ഈ എഗ്രിമെൻറ്റ് വരേണ്ടത്. അപ്പോൾ ആ ഒരു ഓടച്ചാർത്ത് ഈ ഒരു ടൈമിൽ റിലേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരാളോ അല്ലെങ്കിൽ അയാളുടെ പ്രെഡിസസർ ഇൻ ഇൻട്രസ്റ്റ് അവരെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത് ഡീംഡ് ടെനൻ്റ് എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തതാണ് മോർട്ട്ഗേജീസ് ആൻഡ് ലെസ്സീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 4A ഈ ഒരു മോർട്ട്ഗേജിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ 4ൻ്റെ അകത്ത് മറ്റേ ഓടച്ചാർത്തുദാഴ്സും അതുപോലെ തന്നെ ഓടച്ചാർത്തുകാരുടെ അണ്ടറിൽ ക്ലെയിം ചെയ്യുന്ന ആൾക്കാരെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ഈ 4A നോക്കിക്കഴിഞ്ഞാൽ എ മോർട്ട്ഗേജി വിത്ത് പൊസിഷൻ ഓഫ് ലാൻഡ് other than land principally planted with rubber, coffee, tea or cardamom, or lessee of a mortgagee of such land shall be deemed to be tenant if any of the following conditions are satisfied. എന്ന് വെച്ചാൽ ഒരു ലാൻഡിൻ്റെ പൊസിഷനുള്ള മോർട്ട്ഗേജി. അപ്പോൾ ആ ലാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? പ്രിൻസിപ്പലി പ്ലാന്റഡ് വിത്ത് അതൊന്നും ആകാൻ പാടില്ല. അതർ ദാൻ ലാൻഡ് പ്രിൻസിപ്പലി പ്ലാന്റഡ് വിത്ത് റബ്ബർ, കോഫി, ടീ ഓർ കാർഡമം. അതായത് റബ്ബറോ പിന്നെ കാപ്പി, തേയില, പിന്നെ ഏലം ഇങ്ങനെയുള്ളതൊന്നും പ്ലാന്റ് ചെയ്തത് അല്ലാത്ത ലാൻഡുകളായിരിക്കണം. അങ്ങനെയുള്ള ലാൻഡിൻ്റെ പൊസിഷനുള്ള ഒരു മോർട്ട്ഗേജി. അല്ലെന്നുണ്ടെങ്കിൽ ലെസ്സിയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലാൻഡിൻ്റെ ലെസി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് എന്തെന്ന് കണക്കാക്കാം? ഒരു ടെനൻ്റ് ആണെന്ന് കണക്കാക്കാം. ഡീംഡ് ടു ബി എ ടെനൻ്റ് ആണ്. അത് എപ്പോഴാണ്? ഇഫ് എനി ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അവിടെ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതെന്തൊക്കെയാണ്? ഇപ്പോൾ മറ്റേ നമ്മൾ ആ ഓടച്ചാർത്തുദാറിൻ്റെ പറഞ്ഞപ്പം ആ ഒരു ഡേറ്റ് വരാൻ ആ ഒരു സമയത്തിലാണ് ഈ ഒരു ഓടച്ചാർത്ത് റിലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇവിടെ നമുക്ക് 3 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർട്ട്ഗേജി ഓർ ലെസി വാസ് ഹോൾഡിംഗ് ദ ലാൻഡ് ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 50 years ബിഫോർ January 1st, 1970.
അതായത് 1970 ജനുവരി 1 മുന്നേ ഒരു 50 വർഷത്തെ മിനിമം ഒരു 50 വർഷ പീരീഡിലത്തേക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു മോഡ്ഗേജിയോ അല്ലെങ്കിൽ ലെസ്സിയോ ലാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു പീരീഡിന് മുന്നേ ഒരു 50 വർഷ കാലയളവിൽ മിനിമം ഒരു 50 വർഷമെങ്കിലും വേണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമുക്കൊരു ടെനൻ്റ് എന്ന് ഡീംഡ് ടെനൻ്റായിട്ട് കണക്കാക്കാൻ പറ്റും. രണ്ടെന്താണ്, mortgagee or lessee has constructed a building or hut for his own residence in the land and he was occupying such building for a continuous period of not less than 20 years before 1/1/1970. If the mortgagee or lessee was holding any other land exceeding 2 acres in extent, he shall not be deemed to be a tenant. അതായത് ഒരു മോഡ്ഗേജിയോ അല്ലെങ്കിൽ ലെസ്സിയോ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഹട്ട് കൺസ്ട്രക്ട് ചെയ്തു അയാൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു ലാൻഡിലാണ് ഇയാൾ ഇത് വെച്ചത്. അപ്പോൾ അത്തരത്തിലൊരു ബിൽഡിങ് ഇയാൾ ഏകദേശം ഒരു 20 വർഷത്തിൽ താഴാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ 20 വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ്? ബിഫോർ 1970 ജാനുവരി 1 പറയുന്നത്. 1970 ജനുവരി 1 മുന്നേ ഒരു 20 വർഷമെങ്കിലും അയാൾ ആ ഒരു കണ്ടിന്യൂസ് പീരീഡിലേക്ക് ആ ഒരു ബിൽഡിങ് ഒക്കുപ്പൈ ചെയ്തിരിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന മോഡ്ഗേജി അല്ലെങ്കിൽ ആ ഒരു ലെസ്സി മറ്റെന്തെങ്കിലും ഒരു ലാൻഡ്, ആ ലാൻഡ് എന്ന് പറയുന്നത് 2 ഏക്കറിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ, 2 ഏക്കറിൽ കൂടിയൊരു ലാൻഡ് അയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് ഈ പറയുന്ന ഡീംഡ് ടെനൻ്റായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അതായത് ടെനൻ്റായിട്ട് അയാളെ ഡീം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു പോയിൻറ്റും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തതാണ്, ദ ലാൻഡ് വാസ് വേസ്റ്റ് ലാൻഡ് അറ്റ് ദ ടൈം ഓഫ് മോഡ്ഗേജ് ആൻഡ് ദ മോഡ്ഗേജി ഓർ ലെസ്സി വാസ് ഹോൾഡിംഗ് ദ ലാൻഡ് ഫോർ 30 years ബിഫോർ 1/1/1970 ആൻഡ് ഹാസ് ഇഫക്റ്റഡ് സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഓൺ സച്ച് ലാൻഡ് ബിഫോർ 1/1/1970. അതായത് ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് മോഡ്ഗേജിൻ്റെ സമയത്ത് വേസ്റ്റ് ലാൻഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മോഡ്ഗേജി അല്ലെങ്കിൽ ലെസ്സി ഈ ഒരു ലാൻഡ് നമ്മൾ സെയിം ഡേറ്റ് തന്നെയാണ് പറയുന്നത്, 1970 ജനുവരി 1 മുൻപ് ഒരു 30 വർഷത്തേക്ക് ഈ ഒരു ലാൻഡ് അയാൾ ഹോൾഡ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ലാൻഡിൽ ഈ പറയുന്ന ഇതേ ഡേറ്റിന് മുന്നേ തന്നെ, ഇപ്പോൾ 1970 ജനുവരി 1 മുന്നേ തന്നെ എന്തെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റ്സും അവിടെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ 3 സാഹചര്യം വരുമ്പോഴാണ്, അതായത് ഈ 3 കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് ഈ ഒരു സെക്ഷൻ 4A പ്രകാരം മോഡ്ഗേജീസ് അല്ലെങ്കിൽ ലെസ്സീസൊക്കെ ഒരു ടെനൻ്റായിട്ട് ഡീം ചെയ്യപ്പെടുന്നത്. സോ അത് 3 എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് മൂന്നാമത്തത് നോക്കാം, മോഡ്ഗേജീസ് വിത്ത് പൊസഷൻ എന്നുള്ളത്. അപ്പോൾ അവിടെ ഈ സെക്ഷൻ 5-ലാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ 4 കഴിഞ്ഞു, 4A കഴിഞ്ഞു, ഇനി നമ്മൾ സെക്ഷൻ 5 ആണ് പറയാൻ പോകുന്നത്. 5-ൽ പറയുന്നത്, എ മോഡ്ഗേജി വിത്ത് പൊസഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ഇൻ കൊച്ചിൻ ഷാൽ ബി ഡീംഡ് ടു ബി എ ടെനൻറ്റ് ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് അഗ്രികൾച്ചറൽ ലാൻഡ് അതർ ദാൻ ലാൻഡ് പ്ലാന്റഡ് വിത്ത് റബ്ബർ, കോഫി, ടീ ഓർ കാഷ്യൂ ആൻഡ് ദ ഇൻട്രസ്റ്റ് ഓൺ ദ മോഡ്ഗേജ് എമൗണ്ട് ഈസ് ലെസ് ദാൻ 40% ഓഫ് ദ ടോട്ടൽ റെൻറ്റ് ഫിക്സ്ഡ് ഇൻ ദി മോഡ്ഗേജ് ഡോക്യുമെൻറ്റ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 5 പ്രകാരം ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഉള്ള ഒരു മോഡ്ഗേജിക്ക് ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? കൊച്ചിനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, ആ ഒരു മോഡ്ഗേജിയെ നമുക്ക് ഒരു ടെനൻ്റ് എന്ന് ഡീം ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴാണ്? ഈഫ് ദ പ്രോപ്പർട്ടി, ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ ലാൻഡാണ്, അതർ ദാൻ ലാൻഡ് പ്ലാന്റഡ് വിത്ത് റബ്ബർ, കോഫി, ടീ ഓർ കാഷ്യൂ. മറ്റേ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിടത്തും ഈ പ്ലാന്റ്സ്, ഈ ഒരു റബ്ബർ, കോഫി, ടീ, കാർഡമം ഒക്കെ പറഞ്ഞായിരുന്നു, അതൊന്നും പ്ലാന്റ് ചെയ്യാത്ത ലാൻഡ്. ഇവിടെ നമ്മൾ പറയുന്നത് റബ്ബർ, കോഫി, ടീയും കാഷ്യൂ ആണ് പറയുന്നത്. ഇതൊന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും അഗ്രികൾച്ചറൽ ലാൻഡ്. അതുപോലെ തന്നെ ആൻഡ് ദ ഇൻട്രസ്റ്റ് ഓൺ ദ മോഡ്ഗേജ് എമൗണ്ട് ഈസ് ലെസ് ദാൻ 40%. ആ ഒരു മോഡ്ഗേജ് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ഒരു റെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ റെൻറ്റ്. ആ ഒരു ടോട്ടൽ റെൻറ്റിൻ്റെ 40% താഴെ ആയിരിക്കണം ഈ പറയുന്ന മോഡ്ഗേജ് എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 2 കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോഴാണ് ഈ കൊച്ചിനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷനുള്ള മോഡ്ഗേജിയെ ഒരു ടെനൻ്റ് എന്ന് കണക്കാക്കപ്പെടുന്നത്. അതാണ് മൂന്നാമത്തെ പോയിന്റ് സെക്ഷൻ 5 പ്രകാരം പറയുന്നത്. ഇനി 4 നോക്കിക്കഴിഞ്ഞാൽ മോഡ്ഗേജീസ് ഹോൾഡിംഗ് ലാൻഡ് ഓൺ വെറുംപാട്ടം. അത് സെക്ഷൻ 6 ആണ് പറയുന്നത്. എ മോഡ്ഗേജി വിത്ത് പൊസഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സിറ്റുവേറ്റ്സ് ഇൻ കൊച്ചിൻ ഷാൽ ബി ഡീംഡ് ടു ബി എ ടെനൻറ്റ് ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അതും ഇതുപോലെ തന്നെയാണ്.
ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ, ആ ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടി കൊച്ചിനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കൊച്ചിനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷനുള്ള ഒരു മോർട്ട്ഗേജിയെ നമുക്ക് ടെനൻ്റ് എന്ന് ഡീം ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന കണ്ടീഷൻസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ്, പ്രോപ്പർട്ടി ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കണം. ഇത് തന്നെ നമ്മൾ ഇതിന് മുന്നത്തെ പോയിന്റിലും പറഞ്ഞല്ലോ. പക്ഷേ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അതർ ദാൻ ഏതായിരിക്കണം? റബ്ബർ, കോഫി, ടീ ഓർ കാഷ്യൂ ആയിരിക്കണം. ഇവിടെ അങ്ങനൊന്നും പറയുന്നില്ല. ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത് പ്രോപ്പർട്ടി. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോർട്ട്ഗേജി ഓർ ഹിസ് പ്രെഡിസസർ ഇൻ ഇൻട്രസ്റ്റ് വാസ് ഹോൾഡിംഗ് ദ പ്രോപ്പർട്ടി ആസ് വെറുംപാട്ടംദാർ ഓൺ ഓർ ആഫ്റ്റർ ഫസ്റ്റ് ഡേ ഓഫ് ചിങ്ങം 1111. അതായത് ചിങ്ങം 1111 ആ ഒരു ഫസ്റ്റ് ഡേക്ക് ശേഷമോ അല്ലെങ്കിൽ ആ ഒരു ദിവസമോ വെറുംപാട്ടംദാർ എന്ന് വെച്ചാൽ വെറുംപാട്ടംദാർ എന്നുള്ളൊരു രീതിയിൽ ആ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കണം. ആര്? ഈ പറയുന്ന മോർട്ട്ഗേജിയോ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള പ്രെഡിസസറോ. മോർട്ട്ഗേജി ഓർ ഹിസ് പ്രെഡിസസർ ഇൻ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. ഇവർ രണ്ടിൽ ആരെങ്കിലും ആ ഒരു പ്രോപ്പർട്ടി ഒരു വെറുംപാട്ടംദാർ എന്നുള്ളൊരു രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എപ്പോഴാണ്? ഓൺ ഓർ ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ ഓഫ് ചിങ്ങം 1111 പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ദ വെറുംപാട്ടം വാസ് ടെർമിനേറ്റഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ ഓഫ് ചിങ്ങം 1111 and before the commencement of this act, but he or his predecessor in interest continued in possession of the property without interruption as mortgagee with possession from the date of such termination till commencement of this act. അതായത് ഈ പറയുന്ന വെറുംപാട്ടം ഈ ഒരു ചിങ്ങം 1111 ശേഷം അങ്ങ് ആ ഒരു ഫസ്റ്റ് ഡേക്ക് ശേഷം ടെർമിനേറ്റ് ചെയ്തു വെറുംപാട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആക്ടിൻ്റെ കമൻസ്മെൻറ്റിന് മുന്നേ, അതായത് നമ്മുടെ ഈ ലാൻഡ് റീഫോംസ് ആക്ടിൻ്റെ കാര്യമാണ് പറയുന്നത്, അതിന് മുന്നേ ഈ വെറുംപാട്ടം ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ഈ പറയുന്ന മോർട്ട്ഗേജിയോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള പ്രെഡിസസറോ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ആ ഒരു മോർട്ട്ഗേജി വിത്ത് പൊസഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഒരു പൊസഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു ഇൻട്രപ്ഷൻ ഒന്നും വരുത്താതാണ് ഈ ഒരു പൊസഷൻ കണ്ടിന്യൂ ചെയ്തിരുന്നത്. അതെപ്പോഴാണ്? ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ടെർമിനേഷൻ, ആ ഒരു ഡേറ്റ് ഓഫ് ടെർമിനേഷൻ തൊട്ട് ഏത് ഡേറ്റ് വരെ? ഈ ഒരു ആക്ടിൻ്റെ കമൻസ്മെൻറ്റിൻ്റെ ഡേറ്റ് വരെ. ആക്ട് കമൻസ് ആയത് എന്നാണ്? April 1, 1964 ഇത് കമൻസ്മെൻ്റ് ആയത്. അപ്പോൾ ആ ഒരു കമൻസ്മെൻറ്റ് വരെ ഇവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആ ഒരു പൊസഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഇങ്ങനെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോർട്ട്ഗേജിയെ നമുക്ക് എന്തെന്ന് പറയാം? അയാൾ ഒരു ടെനൻ്റ് ആണെന്ന് നമുക്ക് ഡീം ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇപ്പോൾ പറഞ്ഞ മോർട്ട്ഗേജീസ് ഹോൾഡിംഗ് ലാൻഡ് ഓൺ വെറുംപാട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. അഞ്ചാമത്തതാണ് പേഴ്സൺസ് ഹൂ വെയർ ഹോൾഡിംഗ് ലാൻഡ് ഓൺ ഓർ ആഫ്റ്റർ 1 December 1930. അത് സെക്ഷൻ 6A പറയുന്നത്. സോ നമ്മൾ 6 ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി 6A നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 6A പ്രകാരം ഒരാൾക്ക് ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഉണ്ട്. അത് ഏത് ഏരിയയിലാകാം, ഏത് സ്റ്റേറ്റ് ആയിരിക്കണം? ഈ പറയുന്ന മലബാർ ടെനൻസി ആക്ട് 1929 എക്സ്റ്റെൻഡഡ് ആകുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കണം. ആ ഒരു സ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും ഏരിയയിലുള്ള ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഒരാൾക്കുണ്ട്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ടെനൻ്റ് എന്ന് ഡീം ചെയ്യാൻ പറ്റും. അവിടെയും ഇതുപോലെ തന്നെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെ കണ്ടീഷനാണ്? ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോ അല്ലെങ്കിൽ അയാളുടെ പ്രെഡിസസർ ഇൻ ഇൻട്രസ്റ്റോ ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് ഒരു ടെനൻ്റ് എന്നുള്ളൊരു രീതിയിലായിരിക്കണം. അത് എപ്പോഴാണ്? ഓൺ ഓർ ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ ഓഫ് December 1930. ഡിസംബർ 1930 ആ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേക്ക് ശേഷമോ ഇവർ ടെനൻ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞപ്പം വെറുംപാട്ടംദാർ എന്നുള്ള രീതിയിലായിരിക്കണം എന്നും പിന്നെ ചിങ്ങത്തിൻ്റെ ഡേറ്റുമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ പറയുമ്പോൾ ടെനൻ്റായിട്ട് ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ December 1930 എന്നുള്ളൊരു ഡേറ്റുമാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തതും ഇതുപോലെ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു മോർട്ട്ഗേജ് ഹോൾഡിംഗ് ലാൻഡ് ഓൺ വെറുംപാട്ടം പഠിച്ചു കഴിഞ്ഞാൽ
അതിൽ നിന്ന് ചില ചേഞ്ചസ് ഒക്കെ വരുത്തി നമുക്ക് ഈ അടുത്തത് 6A എന്നുള്ളൊരു സെക്ഷൻ എഴുതാനായിട്ട് പറ്റും. കാര്യം അതിൽ ലാസ്റ്റ് പോയിന്റ് ഇത് തന്നെയാണ് പറയുന്നത്, ഈ ഒരു ടെനൻസി ആ ഒരു ഡിസംബർ 1930 ഫസ്റ്റ് ഡേക്ക് ശേഷം ടെർമിനേറ്റ് ചെയ്തു. ഈ ഒരു ആക്ട് കമൻസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടുമാണ് ഇത് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഇയാളോ അല്ലെങ്കിൽ ഇയാളുടെ പ്രെഡിസസറിൻ്റെ ഇൻട്രസ്റ്റോ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്? വിതൗട്ട് ഇൻട്രപ്ഷൻ, ഒരു ഇൻട്രപ്ഷനും വരുത്താതെ. എപ്പോൾ തൊട്ട് എപ്പോൾ വരെ? ആ ഒരു ഡേറ്റ് ഓഫ് ടെർമിനേഷൻ തൊട്ട് ആ ഒരു ആക്ട് കമൻസ്മെൻറ്റിൻ്റെ ഡേറ്റ് വരെ ഇവരിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് 5ാമത്തെ ആളെന്ന് പറയുന്നത്, ഡീംഡ് ടെനൻറ്റിൽ വരുന്നത്. ഇനി ഇതിപ്പോൾ നമ്മൾ 6A പറഞ്ഞു, ഇതുപോലെ തന്നെ 6Bയും ഉണ്ട്, 6Cയും ഉണ്ട്. അപ്പോൾ 6B നോക്കിക്കഴിഞ്ഞാൽ മോർട്ട്ഗേജീസ് ഇൻ ഏരിയാസ് ടു വിച്ച് മലബാർ ടെനൻസി ആക്ട് എക്സ്റ്റെൻഡഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് 6ഉം 6Aയും തമ്മിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പറഞ്ഞപ്പം മോർട്ട്ഗേജി വിത്ത് പൊസഷൻ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ഇൻ കൊച്ചിനായിരുന്നു പറഞ്ഞത്. പക്ഷേ 6Aയിൽ നമ്മൾ പറയുന്നത് മലബാർ ടെനൻസി ആക്ട് വരുന്ന സ്ഥലമെന്നാണ് പറയുന്നത്. ഈ 6Bയും അതുപോലെ തന്നെയാണ്. ഒരു മോർട്ട്ഗേജിക്ക് ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഉണ്ടായിരുന്നു. എപ്പോഴാണ്? 1970 ജനുവരി 1 ഇതിൻ്റെ പൊസഷൻ ഉള്ളതെന്ന് വെക്കുക. അത് ഏതെങ്കിലും ഒരു ഏരിയയിലാകാം. പക്ഷേ ആ ഏരിയ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിലാണ്. ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ മലബാർ ടെനൻസി ആക്ട് 1927 എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ എന്നാണ് ജനുവരി 1 1970 ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഒരു മോർട്ട്ഗേജിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ഒരു ടെനൻ്റായിട്ട് ഡീം ചെയ്യാം ഇഫ് എനി ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ അവിടെ 2 കണ്ടീഷനാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇൻ കൺസിഡറേഷൻ ഓഫ് പേയ്മെൻറ്റ് ഓഫ് കസ്റ്റമറി ഡ്യൂസ് ഓർ എനി എമൗണ്ട് സ്പെസിഫൈഡ് ആസ് മിച്ചവാരം ഇൻ ദ ഡോക്യുമെൻ്റ് എവിഡൻസിങ് ട്രാൻസാക്ഷൻ. അതായത് ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അകത്ത്, ഈ ഒരു ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് മിച്ചവാരമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂ ആയിട്ടുള്ള എന്ന് വെച്ചാൽ കസ്റ്റമറി ഡ്യൂസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ആ ഒരു കൺസിഡറേഷനായിട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. 2 പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് പ്രൊവിഷൻ ഇൻ സച്ച് ഡോക്യുമെൻറ്റ് ഫോർ റിന്യൂവൽ ഓൺ ദ എക്സ്പയറി ഓഫ് എ സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡ് കഴിയുമ്പോൾ അതായത് ആ ഒരു എക്സ്പയറി പീരീഡ്, ആ ഒരു സ്പെസിഫിക് പീരീഡിൻ്റെ എക്സ്പയറി കഴിയുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇത് റിന്യൂ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊവിഷൻ ആ ഒരു ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കണം. അതാണ് ഈ പറയുന്ന മോർട്ട്ഗേജി ഇൻ ഏരിയാസ് ടു വിച്ച് മലബാർ ടെനൻസി ആക്ട് എക്സ്റ്റെൻഡഡിനെ ഡീംഡ് ടെനൻ്റ് എന്ന് കണക്കാക്കാനുള്ള 2 കണ്ടീഷൻസ്. ഇതിൽ 2 ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അടുത്ത 7ാമത് വരുന്നതാണ് സെക്ഷൻ 6C എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസി ഹൂ ഹാവ് മെയ്ഡ് സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പം സെക്ഷൻ 6C പ്രകാരം ഒരാൾക്ക് ഒരു ലാൻഡ് ഒരാൾ ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതെപ്പോഴാണ്? 1970 ജനുവരി 1 ഇയാൾ ഈ ഒരു ലാൻഡ് ഒക്കുപ്പൈ ചെയ്തിരുന്നത്. അപ്പം എന്തിൻ്റെ ബേസിസിലാണ് ഇയാൾ ഈ ഒരു ലാൻഡ് ഒക്കുപ്പൈ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലീസ് ഡീഡിൻ്റെ ബേസിസിലാണ് ഇയാൾ ആ ഒരു ലാൻഡ് ഒക്കുപ്പൈ ചെയ്തിരുന്നത്. ആ ഒരു ലീസ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആഫ്റ്റർ ഏപ്രിൽ 1964, 1 ഏപ്രിൽ 1964. അതിനുശേഷം, അതായത് ഏത് ഡേറ്റാണ്? നമ്മുടെ ഈ ഒരു ആക്ട് വന്ന ഡേറ്റാണ്, കമൻസ്മെൻറ്റിൽ വന്ന ഇയറാണ് ഈ 1964 എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ 1 1964 ശേഷം എക്സിക്യൂട്ട് ചെയ്ത ഒരു ലീസ് ഡീഡിൻ്റെ ബേസിസിൽ 1970 ജനുവരി 1 ആ ഒരു ലാൻഡ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടായിരുന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ടെനൻ്റായിട്ട് ഡീം ചെയ്യാൻ പറ്റും ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അവിടെയും 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്നാണ് അയാളോ അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയിൽ ഒരു മെമ്പർക്കോ ഒരു ലാൻഡ് ഓൺ ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്യുന്നില്ല. എത്ര ലാൻഡാണ്? ഒരു 4 ഏക്കറിൽ കൂടുതൽ ഇവർ ലാൻഡ് ഹോൾഡ് ചെയ്യുന്നുമില്ല, ഇവർക്ക് സ്വന്തമായിട്ട് ലാൻഡും ഇല്ല. അത് ഒരു ഡേറ്റ് പറയുന്നുണ്ട്. ഈ പറയുന്ന ലീസ് ഡീഡിൻ്റെ എക്സിക്യൂഷൻ ഡേറ്റിൻ്റെ സമയത്ത് ഇവർ ഈ ഒരു 4 ഏക്കറിന് മേൽ ലാൻഡ് ഹോൾഡ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നൊന്നും ഇല്ലായിരിക്കണം.
ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളോ ഇയാളുടെ ഫാമിലി മെമ്പറോ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു ലാൻഡിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തരാണെങ്കിലും അതും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ അതുപോലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു ലാൻഡിൽ ഇയാളോ ഇയാളുടെ ഫാമിലി മെമ്പറോ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ആ ഒരു ലെസീസ് ഹു ഹാവ് മെയ്ഡ് സബ്സ്റ്റാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ളതിനകത്ത് വരുന്ന കണ്ടീഷൻസ് പറയുന്നത്. സോ ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.